ഹായ്, നമുക്ക് എല്ലാവർക്കും അറിയാം വിദ്യാരംഭമാണ്. അപ്പോൾ ഈ വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ വിദ്യാരംഭത്തിനോടനുബന്ധിച്ചിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു കുറച്ച് ഡ്യൂറേഷൻ കൂടുതലായത്, അതായത് നിങ്ങൾക്ക് ഏതൊരു ഫീൽഡിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഇന്റർവ്യൂ ടിപ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇനി ഈ ഇന്റർവ്യൂ പ്രിപ്പറേഷൻ ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഒരു ജനറൽ ടോപ്പിക്, അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമാണ്. ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സിന്റെ ഒരു ഭാഗം അല്ലെങ്കിൽ അതിലൊരു മൊഡ്യൂളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ മൊഡ്യൂൾ ഫുള്ള് പറയുന്നത് എങ്ങനെ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ യൂട്യൂബ് തുറന്നാലും അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റഗ്രാം ഒക്കെ തുറന്നാലും ഒരുപാട് റീൽസും ലോങ് വീഡിയോസും ഒക്കെ അവൈലബിൾ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ നമുക്കറിയാം, കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനേക്കാൾ ഉപരി പലരും മിസ്സായി പോകുന്നതും അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം, സെൽഫ് ഇൻട്രോയിൽ എന്തൊക്കെ വേണം എന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ പലപ്പോഴും വിട്ടുപോകുന്നതും എന്നാൽ ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. അതൊരു ഹെൽത്ത് കെയർ ഫീൽഡിലെ ഇന്റർവ്യൂ ആകുമ്പോൾ അതെങ്ങനെയായിരിക്കും എന്നാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് പേര് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചിറങ്ങുന്നുണ്ട്. പലപ്പോഴും ആളുകൾ പറയുന്നത് കേൾക്കാം, ഒരുപാട് പേര് പഠിച്ചിറങ്ങുന്നതുകൊണ്ട് നമുക്ക് ജോലി കിട്ടും എന്നുള്ളത്. ഞാൻ വീണ്ടും പറയുന്നു, ഹോട്ടൽസ് കൂടുന്നതനുസരിച്ച് ഹോസ്പിറ്റൽസ് കൂടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടിയിരിക്കും. പക്ഷേ എങ്ങനെ യുണീക്കായിട്ട് നിങ്ങളുടെ പെർഫോം ചെയ്യുന്നു, ഒരു ഇന്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസ് എങ്ങനെയാണോ അതാണ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾക്ക് ആ ജോബ് കിട്ടോ ഇല്ലേ എന്നുള്ളതിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. വെറുതെ നിങ്ങളൊരു കോഴ്സ് 6 months 1 year 2 year പഠിച്ചുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ജോലി കിട്ടില്ല. അതിപ്പോ ഈ ഒരു കോഴ്സ് എന്നല്ല, ഏത് കോഴ്സും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ എന്താണോ പഠിക്കുന്നത് അത് നിങ്ങളുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നിങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു നല്ല കരിയർ കെട്ടി പടർത്താനായിട്ട് സാധിക്കുള്ളൂ. അതായത് ഇന്റർവ്യൂ ടൈമിലാണെങ്കിലും നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്, നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നിങ്ങളത് കൺവേർട്ട് ചെയ്തൊരു ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ അവിടെ സെലക്റ്റഡ് ആവുള്ളൂ. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. സോ നമ്മുടെ കോഴ്സിന്റെ ഒരു മൊഡ്യൂളാണ് ഈ ഒരു പാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ ഒരു ഹോസ്പിറ്റൽ ഹെൽത്ത് കെയറിനെ കുറിച്ച് മാത്രം പഠിച്ചു പോയതുകൊണ്ട് നമുക്കൊരു ജോലി അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കില്ല. നമുക്ക് എല്ലാം അറിയാം. ചോദിക്കുന്ന ആളുടെ മുമ്പിൽ പോയി വിറച്ച് കോൺഫിഡൻസ് ഇല്ലാതെ നിന്നതിനെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ എങ്ങനെ ഇതെല്ലാം ബിൽഡ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ എങ്ങനെ ചോദിക്കുന്ന ആൻസേഴ്സിന് കറക്റ്റ് ആയിട്ട് ഷോർട്ടായിട്ട് പക്ക ആൻസർ പറയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ എല്ലാം നമുക്ക് കടന്നു പോകാം. സോ ഇന്റർവ്യൂ പ്രിപ്പറേഷനെ കുറിച്ച് നമുക്ക് പോകാം. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിസർച്ച് ദ ഓർഗനൈസേഷൻ, മിഷൻ ആൻഡ് വാല്യൂസ്, നോ ദ ഹോസ്പിറ്റൽ ഓർ ക്ലിനിക്സ് മിഷൻ സ്റ്റേറ്റ്മെന്റ്, സ്പെഷ്യാലിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റി ഫോക്കസ്. അതായത് നമുക്കിപ്പോൾ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പൊ നമുക്കൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കുന്ന ഒരു ABCD ഹോസ്പിറ്റലിലാണ്. ABC ഹോസ്പിറ്റൽ ഞാൻ കേട്ട് പരിചയമുണ്ട്. നിങ്ങളുടെ സെൽഫ് ഇൻട്രോ എല്ലാം നിങ്ങൾ പ്രിപ്പയർ ചെയ്തു. ഡ്രസ്സൊക്കെ അറിയാലോ, നമുക്ക് ഇന്റർവ്യൂ പോകുമ്പോൾ നമുക്കിപ്പോൾ നോർമൽ കാഷ്വൽ ഡ്രസ്സ് അല്ലെങ്കിൽ കുറച്ച് ഫോമൽ ഡ്രസ്സാണ് നമ്മൾ പൊതുവെ യൂസ് ചെയ്യുന്നത്. പാർട്ടി വെയർ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ അത്തരത്തിൽ ഡ്രസ്സൊക്കെ നിങ്ങൾ ചൂസ് ചെയ്തു, രാവിലെ എഴുന്നേൽക്കുന്നു, ഇന്റർവ്യൂവിന് ഓൺ ടൈമിൽ എത്തുന്നു, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിന്ന് എല്ലാം സെൽഫ് ഇൻട്രോ ഒക്കെ അടിപൊളിയായി പറഞ്ഞു, അറിയില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ ഐ ഡോണ്ട് നോ എന്ന ആൻസർ ഒക്കെ പറഞ്ഞ് നിങ്ങൾ തിരിച്ചു പോകുന്നു. നിങ്ങൾ നന്നായിട്ട് പെർഫോം ചെയ്തു, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡൻസ് ആണ്, പക്ഷെ കിട്ടിയില്ല. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും, നന്നായിട്ട് പെർഫോം ചെയ്തു എനിക്ക് കിട്ടിയില്ലല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് മിസ്സായി പോയത് ഈ ഒരു പാർട്ടായിരിക്കാം. ഈ ഒരു പാർട്ട് എന്ന് പറയുമ്പോൾ അവരുടെ കമ്പനീനെ കുറിച്ചിട്ട് അവർ ചോദിക്കുന്ന സമയത്ത്, അവരുടെ ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അവർ ചോദിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് വലിയ അറിവില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, പലപ്പോഴും ഇത് സംഭവിച്ചേക്കാം. പക്ഷെ കമ്പാരിറ്റീവ്ലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറവാണ്, പക്ഷേ ചോദിക്കാം. വലിയ ഹോസ്പിറ്റൽസിൽ ഇപ്പൊ നോർമൽ ഒരു ഇന്റർവ്യൂ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ചോദിച്ചെന്ന് വരില്ല. എന്നാൽ ഒരു 2-3 റൗണ്ട്സ് ഉള്ള ഇന്റർവ്യൂ ആണെങ്കിൽ അതിൽ സെക്കൻഡ് റൗണ്ടിലോ തേർഡ് റൗണ്ടിലോ ഒക്കെ എന്ത് വരാം, ഈ ഒരു ക്വസ്റ്റ്യൻ വന്നേക്കാം. അപ്പോൾ നിങ്ങൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ടൈമിൽ ആ ഹോസ്പിറ്റലിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ആ ഒരു ഫേമിനെ കുറിച്ചിട്ട്, ഇനി ഇപ്പൊ ഹെൽത്ത് കെയർ അല്ല വേറെ ഏത് ഫീൽഡ് ആണെങ്കിലും ആ പെർട്ടിക്കുലർ ഫേമിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് വേണം, നല്ല അറിവുണ്ടായിരിക്കണം. അപ്പൊ അതിന്റെ മിഷൻ ആൻഡ് വാല്യൂസ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്. ചില ഹോസ്പിറ്റൽസ് നമുക്കറിയാം, ആ ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിയുടെ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിരിക്കും, അല്ലെങ്കിൽ കാർഡിയോളജി സ്പെഷ്യാലിറ്റി ആയിരിക്കും. പക്ഷെ നമുക്ക് ഇതിനെ കുറിച്ചൊരു വലിയ ബോധം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മൾ കേട്ട ഈ ഹോസ്പിറ്റൽ എനിക്ക് അറിയുന്ന ഹോസ്പിറ്റൽ, അപ്പൊ അവിടെ ചെല്ലുമ്പോൾ അവർ ചോദിക്കുക നിങ്ങളോട്, നമ്മുടെ ഹോസ്പിറ്റൽ എന്തിന്റെ പേരിലാണ് ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ തോന്നും ഇതൊന്നും അറിയാതെയാണ് ഞാൻ ഇന്റർവ്യൂ വന്നതെന്ന്.
ഇല്ലേ? അപ്പൊ അവിടെ ഇരിക്കുന്നവർക്ക് അവരുടെ ഹോസ്പിറ്റൽ എന്തിനാണ് ആളുകൾ അറിയപ്പെടുന്നതെന്ന് പോലും നിങ്ങൾക്ക് അറിയില്ല എന്ന് ഒരു ധാരണ അവർക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് അത് കിട്ടുമോ? ഇല്ല. അപ്പൊ അങ്ങനെ കുറെ നമ്മൾ മൈനർ ആയിട്ടുള്ള എന്നാൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറെ ഏരിയാസിൽ ഒന്നാണ് ഈ മിഷൻ ആൻഡ് വാല്യൂസ്. ഒരു ഹോസ്പിറ്റലിന്റെ മിഷൻ എന്താണ്, അവരുടെ വാല്യൂ എന്താണ്? ചില വാല്യൂ മിഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താ വാല്യൂസ് എന്ന് പറയുമ്പോൾ എന്താ, ചില ഹോസ്പിറ്റൽസ് കൂടുതലും അറിയപ്പെടുന്നത് ഈ ഒരു സർജറിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ആക്ടിവിറ്റിയുടെ പേരിലായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഏതെങ്കിലും സർവീസിന്റെ പേരിലായിരിക്കാം. ഇപ്പോൾ 1-2 ഹോസ്പിറ്റൽ എടുത്താൽ ഫ്രീ ആയിട്ട് ഡെലിവറി കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അവിടെ ഫ്രീ ആയിട്ട്, അതായത് പ്രഗ്നന്റ് ലേഡീസിന് ഫ്രീ ആയിട്ട് അവിടെ ഡെലിവറി ചെയ്യാം, പൈസ ഒന്നും കൊടുക്കണ്ട, അങ്ങനത്തെ ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ ഓരോ സർവീസിന് വേണ്ടിയിട്ട് എന്തുണ്ട്, അങ്ങനെ ഓരോ സർവീസ് കൊടുക്കുന്ന ഹോസ്പിറ്റൽസ് ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് വേണം, നമ്മൾ പോകുന്ന ഹോസ്പിറ്റലിനെ കുറിച്ച് നമുക്ക് വ്യക്തമായ കാഴ്ചപ്പാടും വ്യക്തമായ അറിവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ആ ഒരു ഇന്റർവ്യൂ പാനലിൽ ഇരിക്കാനും അടിപൊളിയായിട്ട് നമുക്ക് നമ്മുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. നമ്മളൊരു പകുതി അറിവ് കൊണ്ട് ചെന്നതിന് നമുക്കൊരു ടെൻഷൻ ആയിരിക്കും, അത് ചോദിക്കുമോ, അതറിയില്ലല്ലോ, ഇത് ചോദിക്കുമോ, ഇത് അറിയില്ലല്ലോ. ഒന്നും അറിയില്ലാതെ പോയാലും പേടി ഉണ്ടാവില്ല. എല്ലാം അറിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. സോ അപ്പോൾ ആ ഒരു രീതിയിൽ ഉള്ള ഒരു പോയിന്റ് ആണ് ഈ ഒരു മിഷൻ ആൻഡ് വാല്യൂസ് എന്ന് പറയുന്നത്. നിങ്ങൾ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക, അതൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് പോകാൻ നോക്കാം. അതുപോലെ വേറെ ബ്രാഞ്ചസ് എവിടെയൊക്കെ ഉണ്ട് ഈ ഹോസ്പിറ്റലിന്, അങ്ങനെയുള്ള കാര്യങ്ങളും എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ, എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടേഴ്സിന്റെ നെയിംസ്, ഇതൊക്കെ നോക്കി പോകുന്നത് വളരെ ഗുണകരമായിരിക്കും. നെക്സ്റ്റ്, സർവീസസ് ആൻഡ് റീസെന്റ് ന്യൂസ്. ചെക്ക് ദെയർ വെബ്സൈറ്റ് ആൻഡ് റീസെന്റ് പ്രസ് റിലീസസ്, ന്യൂ ഡിപ്പാർട്ട്മെന്റ്സ്, അവാർഡ്സ് ഓർ അക്രഡേഷൻസ്. അതായത് അതുപോലെ തന്നെ അവരുടെ അപ്ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കി വെക്കാം. ഇപ്പൊ പുതിയതായിട്ട് അവരെന്തെങ്കിലും ചെയ്ത ഇനിഷ്യേറ്റീവ്, അല്ലെങ്കിൽ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത മിഷൻ, അല്ലെങ്കിൽ ഒരു പ്രസ് റിലീസ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അവർ നടത്തിയിട്ടുണ്ടെങ്കിൽ അതിൽ അവരുടെ ഇമ്പോർട്ടന്റ് ന്യൂസസ് അവർ ഷെയർ ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതെന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കുക. അതുപോലെ ന്യൂ ഡിപ്പാർട്ട്മെന്റ്സ്, ചില ഹോസ്പിറ്റൽസിൽ അവർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവില്ല, പിന്നീട് ഗ്രാജുവലി അവർ ആ ഡിപ്പാർട്ട്മെന്റ് ബിൽഡ് ചെയ്തെടുക്കുന്ന സമയത്ത് അങ്ങനെ വന്ന ഡിപ്പാർട്ട്മെന്റ് ഏതൊക്കെയാണ്. ഇപ്പൊ നമുക്കറിയാം ചില ഹോസ്പിറ്റൽസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ 1-2 ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. പിന്നീട് അവർ ചിലപ്പോൾ ഗൈനക്കോളജി ഓപ്പൺ ആക്കാം, കാർഡിയോളജി ഓപ്പൺ ആക്കാം, ന്യൂറോളജി ഓപ്പൺ ആക്കാം, അങ്ങനെ ഓരോ ഡിപ്പാർട്ട്മെന്റ് അവർ ഓപ്പൺ ആക്കാം. അതനുസരിച്ച് അത് എന്താ പറയുക അത് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരുമ്പോൾ പുതിയ പുതിയ ഡിപ്പാർട്ട്മെന്റ്സ് അവർ കൊണ്ടുവരും. അപ്പോൾ അങ്ങനെ റീസെന്റ് ആയിട്ട് വന്ന ഡിപ്പാർട്ട്മെന്റ്സ് ഏതൊക്കെയാണെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അവരുടെ വെബ്സൈറ്റ് കയറി കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പൊ അതിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താവണം, നല്ല ബോധം ഉണ്ടാവണം. അതുപോലെ അക്രഡേഷൻസ് ഏതൊക്കെയാണ്, NABH അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഏതെല്ലാം ഇതിന്റെ അടിയിൽ വരുന്ന അക്രഡേഷൻസ് ഹോസ്പിറ്റലിന് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാം, മസ്റ്റായിട്ട് നോക്കി വെക്കും. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വരുന്ന സർവീസസ് ആൻഡ് റീസെന്റ് ന്യൂസിനെ കുറിച്ച് നമുക്ക് നല്ല അവയർനെസ് ഉണ്ടായിരിക്കണം. തേർഡ് വൺ, റോൾ റിക്വയർമെന്റ്. റിവ്യൂ ദ ജോബ് ഡിസ്ക്രിപ്ഷൻ കെയർഫുള്ളി ടു അണ്ടർസ്റ്റാൻഡ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻസ് ആൻഡ് സോഫ്റ്റ് സ്കിൽ. നമ്മൾ എന്തിനാണ് അവിടെ പോയിരിക്കുന്നത്, ഇന്റർവ്യൂവിനാണ്. ഇപ്പൊ ഇന്റർവ്യൂവിന് പോയി കഴിയുമ്പോൾ നമുക്ക് ഒരു ബോധ്യം ഉണ്ടാവണം, നമ്മൾ എന്ത് റോളിലാണ് ഇന്റർവ്യൂവിന് പോയിരിക്കുന്നത് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ആദ്യം ഉണ്ടാവണം. ഫോർ എക്സാമ്പിൾ, നിങ്ങളിപ്പോൾ പോയത് അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലെ ഇൻഷുറൻസ് റോളില് ഇന്റർവ്യൂവിനാണ് നിങ്ങൾ പോയതെന്ന് വിചാരിക്കാം. അപ്പൊ നിങ്ങൾ ഇൻഷുറൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇന്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം. എന്നതിനേക്കാളൊക്കെ ഉപരി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്, ഇൻഷുറൻസിനെ കുറിച്ചിട്ടാണ്. ചിലപ്പോൾ നിങ്ങൾ ഇൻഷുറൻസ് അവിടെ ചെന്നവർ ചോദിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാം, ഇൻഷുറൻസ് ഉണ്ടല്ലോ 2 ടൈപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 3 ടൈപ്പ് ഉണ്ട്, ഗവൺമെന്റിന് ഉണ്ട്, പ്രൈവറ്റിന് ഉണ്ട് എന്നൊക്കെ നിങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ, അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് ഇന്റർവ്യൂ ഇൻഷുറൻസിന്റെ കുറച്ച് പേരൊക്കെ നിങ്ങൾ നോക്കി വെച്ചിട്ട് നിങ്ങൾ പോയിരുന്നു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ അവർ ചോദിക്കുകയാണ് ഇൻഷുറൻസിനെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം, അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് ആരാണ്, ഏത് ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് ബാക്കിലേക്കോ ഒക്കെ അവർ ചോദിച്ചു കഴിഞ്ഞാൽ, റീസെന്റ് ന്യൂസിനെ കുറിച്ചിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉള്ള ഇൻഷുറൻസ് ഏതൊക്കെയാണ്, നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഇൻഷുറൻസ് കമ്പനികൾ ഏതൊക്കെയാണ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജോബിനെ കുറിച്ചിട്ടും നിങ്ങളുടെ ആ ഒരു ജോബ് ഡിസ്ക്രിപ്ഷനെ കുറിച്ചിട്ടും നിങ്ങൾക്ക് എന്തുണ്ടാവണം, നല്ല ബോധ്യം ഉണ്ടാവണം. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരാം, ഇത് ചോദിച്ചാൽ എങ്ങനെ ഇതിന്റെ ആൻസർ പറയാം. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇൻഷുറൻസ് മാത്രമല്ല കേട്ടോ, ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് അഡ്മിൻ ഇന്റർവ്യൂവിനാണെങ്കിലും ഫ്രണ്ട് ഓഫീസിലേക്കാണെങ്കിലും PRO ആണെങ്കിലും ഏത് തന്നെയാണെങ്കിലും അതുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന A to Z കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കവർ ചെയ്തിട്ട് പോവാം. ഇതൊന്നും ചോദിക്കില്ല എന്ന മട്ടിൽ പോയി കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ അവർ ചോദിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവർ വേറെ എന്തെങ്കിലും ചോദ്യം ചോദിക്കുക, നിങ്ങൾക്ക് അതിൻ്റെ ഒപ്പം ഈ ഒരു ആൻസർ എന്ത് ചെയ്യാം, മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. അപ്പൊ നിങ്ങളുടെ ആൻസറിന് കുറച്ചുകൂടി വ്യക്തത വരും. അതായത് നിങ്ങൾ അറിവുള്ള ഒരാളാണെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവരുടെ മുമ്പിൽ അവർ പറയാതെ തന്നെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും ഇന്റർവ്യൂസ് ഹാക്ക് ചെയ്യേണ്ടത്. ഇവർ ചോദ്യം ചോദിച്ചില്ലല്ലോ അതുകൊണ്ട് പറയണ്ട, അങ്ങനെ ചിന്തിക്കണ്ട. അപ്പൊ അവർ ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും, ആൻസർ ചോദിച്ചതിന് മാത്രമല്ലേ ആൻസർ പറയാവുള്ളൂ എന്ന് മതി, അതിന്റെ കൂടെ 2-3
വേർഡ്സോ ലൈനോ കൂട്ടി നമുക്ക് അതിനെ കുറിച്ചിട്ട് അറിയാമെന്ന് പറയുന്നതിൽ എന്തില്ല, തെറ്റൊന്നുമില്ല. അത് നമ്മൾക്ക് ഒന്നുകൂടി നമ്മൾ അറിവുള്ള ഒരാളാണ്, നമുക്ക് ഇതിനെക്കുറിച്ച് ഡീപ്പായിട്ട് അറിയാം എന്നതിനൊരു ക്ലൂ കൊടുക്കുന്ന പോലെ അവർക്ക് തോന്നുള്ളൂ. സോ അപ്പൊ നിങ്ങളുടെ ജോബ് റോളിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം, വ്യക്തമായ ക്ലാരിറ്റി. അതുപോലെ അവരുടെ റിക്വയർമെന്റ്സ് എന്തൊക്കെയാണ് അവർ ചോദിച്ചിരിക്കുന്നത്, അവർ പറഞ്ഞിരിക്കുന്ന സോഫ്റ്റ് സ്കിൽസ് എന്തൊക്കെയാണ്. സോഫ്റ്റ് സ്കിൽസ് എന്ന് പറയുമ്പോൾ എന്താ, ഇപ്പൊ നിങ്ങൾ നല്ലൊരു മാനേജർ ആണോ, നിങ്ങൾക്ക് മാനേജർ സ്കിൽ ഉണ്ടോ, ലീഡർഷിപ്പ് സ്കിൽ ഉണ്ടോ, കോർഡിനേഷൻ സ്കിൽ ഉണ്ടോ, ഇതൊക്കെ റിക്വയർമെന്റിൽ അവർ ഉണ്ടാവും. കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, മാനേജ് ചെയ്യാൻ പറ്റുന്ന ആളായിരിക്കണം, ടീം ലീഡർ ആവാൻ പ്ലേ ചെയ്യുന്ന ആളായിരിക്കണം, ടീം ലീഡർ റോള് പ്ലേ ചെയ്യുന്ന ആളായിരിക്കണം. ഇതൊക്കെ ചിലപ്പോൾ അവരുടെ റിക്വയർമെന്റിൽ ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ഈ ഇത്തരത്തിലുള്ള സോഫ്റ്റ് സ്കിൽസ് നിങ്ങൾക്ക് ഉണ്ടോ, ഇനിയിപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എനിക്കത് ഉണ്ട് എന്ന് പറഞ്ഞ് നിർത്താതെ എന്ത് ചെയ്യുക, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഇതിന് മുമ്പ് ആ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്തിട്ടുള്ള ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് ഷെയർ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഞാൻ അന്നത് ചെയ്തിരുന്നു, അങ്ങനെ നിങ്ങൾക്ക് ഒരു ഇൻസിഡന്റ് പറയാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ അവർ ചോദിക്കുകയാണ്, നിങ്ങളുടെ റെസ്യൂമിൽ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നല്ലൊരു കോർഡിനേറ്റർ ആണ് എന്ന് നിങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾക്ക് എങ്ങനെ അത് മനസ്സിലാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിന് എന്താണ് നിങ്ങളുടെ പ്രൂവ് ചെയ്യാനുള്ളത്, നിങ്ങളൊരു നല്ല കോർഡിനേറ്റർ ആണ് എങ്ങനെ പ്രൂവ് ചെയ്യുന്നു വയ്ക്കും. നിങ്ങൾ ഉടനെ പറയണം, സാർ ഞാൻ നല്ലൊരു കോർഡിനേറ്റർ ആണ്, അതെനിക്കറിയാം എന്ന് പറഞ്ഞത് അതല്ല അവർ ഉദ്ദേശിക്കുന്ന ആൻസർ. എന്താണ്, സാർ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത്, ഇല്ലെങ്കിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ളൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, അന്ന് ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ ആ പ്രോഗ്രാമിന്റെ ഒരു ഫുൾ കോർഡിനേഷൻ ചെയ്തത് ഞാനായിരുന്നു, അത് ഇത്രയും പേര് വന്നപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇങ്ങനത്തെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് വളരെ മികച്ച രീതിയിൽ ഞാൻ ഇത്തരത്തിലുള്ള സൊല്യൂഷൻസ് കണ്ടെത്തിയിട്ട് ഞാൻ അത് കോർഡിനേറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയിട്ട് ആ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിച്ച കോളേജിന്റെ പേരും നിങ്ങൾ പഠിച്ച ഇയറും പ്രോഗ്രാമിന്റെ പേരും നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ, അവർക്ക് അതിനുള്ള ആൻസർ കിട്ടി ഇല്ലേ. അപ്പൊ വേണമെങ്കിൽ അവർക്ക് അത് സെർച്ച് ചെയ്ത് നോക്കാം, ഇത് നിങ്ങളുടെ കോളേജിലേക്ക് വിളിച്ച് ചോദിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ സത്യസന്ധമായിട്ട് നമ്മുടെ ലൈഫിലുണ്ടായിരുന്ന എക്സ്പീരിയൻസ് ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ മുമ്പിൽ നമുക്ക് എക്സ്പോസ് ചെയ്യാനും അത് നമുക്ക് അവർ ചോദിച്ചതിന് ക്ലാരിഫിക്കേഷൻ കൊടുക്കാനായിട്ട് സാധിക്കും. സോ ഇതാണ് റിസർച്ച് ദ ഓർഗനൈസേഷൻ. അതായത് ഓർഗനൈസേഷനെ കുറിച്ചിട്ട് നമ്മൾ നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ സർവീസസ്, അവർ പറഞ്ഞിരിക്കുന്ന റിക്വയർമെന്റ്സ്, ഇതെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ച് മനസ്സിലാക്കി പോയാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോൺഫിഡൻസ്. നമ്മൾ ഇത്രയും കാര്യങ്ങൾ കവർ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ കോൺഫിഡൻസ് ആവും. അവർ അത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും, ഇത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റും എന്ന കോൺഫിഡൻസ് നമുക്ക് ഉണ്ടാവും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇന്റർവ്യൂ പ്രോപ്പറായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ ഫസ്റ്റ് പോയിന്റ് കവർ ചെയ്ത് നമുക്ക് നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. സോ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റിവ്യൂ കോർ ഹെൽത്ത് കെയർ നോളജ്, ക്ലിനിക്കൽ ഓർ ടെക്നിക്കൽ സ്കിൽസ്, ബി റെഡി ടു ഡിസ്കസ് കീ പ്രൊസീജിയേഴ്സ്, എക്യുപ്മെന്റ് ഓർ പ്രോട്ടോകോൾസ് റെലവെന്റ് ടു യുവർ റോൾ. എക്സാമ്പിൾ ഇൻഫെക്ഷൻ കൺട്രോൾ, പേഷ്യന്റ് പ്രൈവസി. അതായത് ഈ കോഴ്സ് ഇപ്പൊ നിങ്ങൾ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, നിങ്ങൾ അതിനുള്ള ഒരുപാട് ഏരിയാസ് കവർ ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പോൾ ഡോക്ടേഴ്സും നഴ്സസും മാത്രമല്ല, ആ ഒരു കോഴ്സ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഫീൽഡ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ഒക്കെ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ പെട്ടതാണ് ഇൻഫെക്ഷൻ കൺട്രോൾ അല്ലെങ്കിൽ പേഷ്യന്റ് പ്രൈവസി നമ്മൾ കേട്ടിട്ടുണ്ട്. ഇപ്പൊ ഇൻഫെക്ഷൻ കൺട്രോൾ സ്ട്രാറ്റജി എന്താ എന്ന് ചോദിക്കുമ്പോൾ എന്താ, അത് പഠിച്ച ആൾക്കറിയാം അതെന്താന്നുള്ളത്. അതൊരിക്കലും ഒരു മെഡിക്കൽ ടേം മാത്രമല്ല, ഒരു അഡ്മിനായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹോസ്പിറ്റലിൽ എന്ത് വേണമെങ്കിൽ സംഭവിക്കാം അല്ലെ. ഇപ്പൊ ഒരു കൊറോണ വന്ന സമയത്ത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്തതാണ്. അപ്പോൾ അതുപോലുള്ള എന്തെങ്കിലും പാൻഡമിക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജീസ് വേണം. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഡീപ്പായിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ ടൈമിൽ നിങ്ങൾ ഈ ഒരു കോഴ്സിലെ സബ്ജക്ട് നോളജ് ആണ് ഇവിടെ അവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് കോർ ഹെൽത്ത് കെയർ നോളജ്, നിങ്ങളുടെ സബ്ജക്ട് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ ആണ്. അപ്പോൾ ജനറൽ ക്വസ്റ്റ്യൻസ് ചോദിക്കും, ആസ് വെൽ ആസ് അവർ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് സബ്ജക്ട് നോളജ് ആയിരിക്കും. അപ്പൊ നിങ്ങളിപ്പോൾ ക്ലിനിക്കൽ ആണെങ്കിലും മെഡിക്കൽ ആയിട്ടാണെങ്കിലും ടെക്നിക്കൽ സ്കിൽസും എന്താവാം ഇവിടെ ഫോക്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ റെഡി ആയിരിക്കണം. അവർ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വരുന്ന ഒരാൾക്ക് ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സ് വേണം, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ അത് എങ്ങനെയാണ്, ആ പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ് നിങ്ങളിതിന്റെ സ്കെഡ്യൂൾ ചെയ്ത് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇപ്പോൾ ക്വാളിറ്റി ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്കറിയാം, ക്വാളിറ്റി ചെക്കിംഗ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ നടത്തുന്നത്. അപ്പോൾ അതെല്ലാം ഈ മെഡിക്കൽ അല്ലെങ്കിൽ നോൺ മെഡിക്കൽ ആയിട്ട് റിലേറ്റബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്ത് വേണം, വെറുതെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇനി ചോദിക്കുന്നതൊക്കെ നമുക്ക് എവിടെന്നെങ്കിലൊക്കെ ഓർമ്മയിലെടുത്ത് പറയാം എന്ന രീതിയിൽ പോവാതെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് നോളജും കൂടി എന്താവശ്യമാണ് ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണ്. കാരണം അതിനെക്കുറിച്ച് ഇപ്പോൾ കീ പ്രൊസീജിയേഴ്സ് ചോദിച്ചാൽ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അതിനുള്ള നോളജ് ഉണ്ടായിരിക്കണം. എക്യുപ്മെന്റ്സ്, ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഈ ഒരു പ്രൊസീജിയറിന് ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്താണ്, നിങ്ങളോട് ഒരിക്കലും ആ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും പറയില്ല.
മനസ്സിലായി? ഇപ്പൊ ഒരു കാനുല ഇടണം, അത് നഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുമായി റിലേറ്റ്, അതൊരിക്കലും നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പറയില്ല. നേരെ മറിച്ചിട്ട് അത് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു മെഡിക്കൽ പ്രൊസീജിയർ ആയിട്ട് നിൽക്കുന്ന എക്യുപ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ചോദിക്കും. കാരണം ഇത്തരത്തിലുള്ള എക്യുപ്മെന്റ്സ് പർച്ചേസ് ചെയ്യുന്നതും അതിന്റെ ക്വാളിറ്റി നോക്കുന്നതൊക്കെ മിക്കപ്പോഴും ആര് തന്നെയാണ്? ഈ ബാക്കിയുള്ള, ഇപ്പൊ നിങ്ങളൊരു പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലാണെങ്കിൽ അവിടുത്തെ ആളുകളാണ്. അപ്പൊ നിങ്ങൾ അതിലേക്ക് ഹയർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ ബോധം വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ഈ ഒരു സബ്ജക്ട് നോളജ് ഒക്കെ അവർ ടെസ്റ്റ് ചെയ്യുന്നത്. സോ എക്യുപ്മെന്റ്സ്, പിന്നെ പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ് ഒരു ഹോസ്പിറ്റൽ റെലവെന്റ് ടു യുവർ, നമ്മുടെ റോൾ അനുസരിച്ച് ഉള്ള പ്രോട്ടോകോൾസ് എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ ഒരു ഇന്റർവ്യൂ ടൈമിൽ ഡിസ്കസ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്ത് വേണം? വ്യക്തമായ അറിവുണ്ടാവണം. എങ്കിൽ മാത്രമേ അവരൊരു പോയിന്റ് ഇങ്ങോട്ട് ഇട്ട് തന്നാൽ നമുക്ക് ആ പോയിന്റ് ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് അവരിലേക്ക് എത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഇല്ലെങ്കിൽ അവർ ചോദിച്ചതിന് മാത്രം നമ്മൾ യെസ് ഓർ നോ പറഞ്ഞിട്ട് ഇരിക്കുന്ന പോലെ ഇരിക്കും. അങ്ങനെ ഇരുന്നതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇന്റർവ്യൂ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ തന്നെ അവർക്ക് മനസ്സിലാവും വീക്കാണ്, സബ്ജക്ട് നോളജിൽ നമ്മൾ വീക്കാണ്. ബാക്കി എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല, സബ്ജക്റ്റിലേക്ക് വരുമ്പോൾ, കാരണം അതാണല്ലോ നമ്മുടെ ജോബ് റോൾ വരുന്നത്. അപ്പോൾ അതിലേക്ക് വരുമ്പോൾ നിങ്ങൾ ഇച്ചിരി വീക്കാണ് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്കൊരു നെഗറ്റീവ് പോയിന്റ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സോ ഇതിനെ കുറിച്ചിട്ട് നമ്മുടെ ക്ലിനിക്കൽ ആസ് വെൽ ആസ് ടെക്നിക്കൽ സ്കിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ അതിനെ കുറിച്ചിട്ട് അവർ ചോദിച്ചാലും അതിനെ കുറിച്ചിട്ടും പറയാനുള്ള നോളജ് നിങ്ങൾക്ക് എന്ത് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഹെൽത്ത് കെയർ റെഗുലേഷൻസ്. ഫെമിലൈസ് യുവർ സെൽഫ് വിത്ത് HIPAA NABH സ്റ്റാൻഡേർഡ്സ് ഓർ ലോക്കൽ ഹെൽത്ത് മിനിസ്റ്ററി ഗൈഡ് ലൈൻസ്. അതായത് ഓരോ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ഓരോ ഹോസ്പിറ്റലിലും ഹെൽത്ത് കെയറിലെ തന്നെ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ ഉണ്ടായിരിക്കും. അപ്പൊ അതെന്തൊക്കെയാണ്, അതിലെന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഇപ്പൊ നമ്മൾ ഈ ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ഹോസ്പിറ്റലിൽ ഏതെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഫോളോ ചെയ്യുന്നത്, പ്രോട്ടോകോൾസ് ഏതിന്റെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് വ്യക്തമായ അറിവുണ്ടാവണം. അപ്പൊ ഇപ്പൊ HIPAA ഹെൽത്ത് ഇൻഷുറൻസ് പോർട്ടബിലിറ്റി ഓർ അക്കൗണ്ടബിലിറ്റി ആക്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതിന്റെ ഫുൾ ഫോം എന്താണ്, അല്ലെങ്കിൽ ഇത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം എന്താണ് ഹോസ്പിറ്റൽസിൽ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് എന്ത് വേണം, വ്യക്തമായിട്ടുള്ള അറിവ് വേണം. എന്നാലാണ് നമുക്ക് എന്ത് ചോദിച്ചാലും എവിടെ നിന്ന് ചോദിച്ചാലും ആൻസർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്തായിരിക്കണം, പെർഫെക്റ്റ് ആയിട്ട് വേണം ഒരു ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മുടെ ഇപ്പൊ ഈ ഹോസ്പിറ്റൽ ഇതിൽ ഏത് മിനിസ്റ്റർ ഗൈഡ് ലൈൻ ആണ് ഫോളോ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ നോക്കി വെക്കാം. നെക്സ്റ്റ്, കറന്റ് ട്രെൻഡ്സ്. ബി അവെയർ ഓഫ് ടോപ്പിക്സ് ലൈക്ക് ടെലിമെഡിസിൻ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, AI ഇൻ ഡയഗ്നോസ്റ്റിക്സ് ആൻഡ് പേഷ്യന്റ് സേഫ്റ്റി പ്രാക്ടീസസ്. ഇപ്പൊ നമുക്ക് ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ, ഇപ്പൊ നമ്മൾ ഈ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് എടുത്ത് പഠിക്കുന്നവർക്ക് അറിയാം, നിങ്ങൾ ഇതെല്ലാം കവർ ചെയ്യുന്നുണ്ട് ഓൾറെഡി. എന്താണ് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, അതുപോലെ ടെലിമെഡിസിൻ എന്താണ്, അതുപോലെ തന്നെ AI വെച്ചിട്ട് എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുന്നത്, ഇതെല്ലാം ഇപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം. ഇനി ആദ്യമായിട്ട് ഇത് കേൾക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ഹോസ്പിറ്റൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ട ഹോസ്പിറ്റൽസ് അല്ല, എല്ലാം ഭയങ്കരമായിട്ട് അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ടെലിമെഡിസിൻ എങ്ങനെയാണ് ഇതിൽ വരുന്നത്, എന്താണ് ടെലിമെഡിസിൻ, ഇതെങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആയിട്ട് വരുന്നത്, എന്താണ് ശരിക്കും ഇതിനെ കുറിച്ചൊക്കെ ചിലപ്പോൾ ചോദിക്കാം. നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്സ്, എന്തിനാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ് എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. പിന്നെ AI വെച്ചിട്ട് എങ്ങനെയാണ് ഡയഗ്നൈസ് ചെയ്യുന്നത്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, അത് ആക്യുറേറ്റ് ആയിരിക്കോ, ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, അവരുടെ സൈഡിൽ നിന്ന് ചോദിക്കാം. അപ്പൊ ഇതിനെ കുറിച്ചിട്ട് നമുക്ക് നമ്മൾ പഠിക്കുന്ന സമയത്ത് സബ്ജക്ട് നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിന് നല്ല പക്ക ആൻസർ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് എപ്പോഴും ട്രെൻഡ്സ് ആണ്, കറന്റ് ട്രെൻഡ്സ് ആണ്. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. അതായത് ന്യൂസ് ആണെങ്കിലും നിങ്ങൾ ഇത്തരത്തിലുള്ള ഇന്റർവ്യൂസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ കറന്റ് ട്രെൻഡ്സ് എന്താണ് ഈ ഒരു ഫീൽഡില്, ഇതിനെ കുറിച്ചൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാം. നമുക്കിപ്പോൾ ഒരുപാട് വേസ് ഇത് കണ്ടുപിടിക്കാം അല്ലെ, ഗൂഗിൾ ചെയ്യാതെ നമുക്ക് ChatGPT യൂസ് ചെയ്യാം, ജെമിനി, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിലൊക്കെ ചെന്നിട്ട് ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ടും കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അപ്പൊ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നന്നായിട്ട് ഇന്റർവ്യൂവിന് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ കറന്റ് ട്രെൻഡ്സിനെ കുറിച്ചിട്ടും പിന്നെ പേഷ്യന്റ് സേഫ്റ്റി പ്രാക്ടീസസ്, ഇപ്പോൾ കറന്റ് ട്രെൻഡ്സ് ആയിട്ട് യൂസ് ചെയ്യുന്ന പേഷ്യൻസിന്റെ സേഫ്റ്റി പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻഫർമേഷൻസ് ഇന്ന് കിട്ടാൻ ഒരുപാടുമില്ല. നമ്മുടെ കയ്യിലൊരു മൊബൈൽ ഉണ്ട്, നമ്മൾ വെറുതെ റീൽസ് ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത്, യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടിരിക്കുന്ന സമയത്ത് അതും കാണാം. അതിന്റെ കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് നമുക്കൊന്ന് ഫോക്കസ് ചെയ്യുന്നു. നമ്മുടെ കരിയറിൽ കുറച്ചുകൂടെ നല്ല നല്ല ഇൻഫർമേഷൻസ് കിട്ടാനും നമ്മളെപ്പോഴും അപ്ഡേറ്റഡ് ആയിട്ടിരിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ ഇതാണ് ഒരു ഹെൽത്ത് കെയർ നോളജിനെ കുറിച്ചിട്ട് എന്ത് വേണം, നിങ്ങൾക്ക് മൊത്തത്തിലൊരു
അറിവുണ്ടാവണം. അപ്പൊ അതാണ് സെക്കൻഡ് പോയിന്റ് വരുന്നത്, റിവ്യൂ കോർ ഹെൽത്ത് കെയർ നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ കവർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്താ അതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ബോധ്യം വരും. സോ നമുക്ക് തേർഡ് പോയിന്റിലേക്ക് പോവാം. പ്രിപ്പയർ ഫോർ കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ്. അത് ജനറലും ഉണ്ട്, അതുപോലെ തന്നെ റോൾ സ്പെസിഫിക്കും ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യം ജനറൽ നോക്കാം. ഇത് കോമൺ ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മളിപ്പോ എവിടെ ഇന്റർവ്യൂവിന് പോയാലും, ഒരു ഹോസ്പിറ്റൽ അല്ല, ഒരു എവിടെ നിങ്ങൾ ഏതൊരു ടൈപ്പ് ഓഫ് ഫേമിൽ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയാലും ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ടെൽ us about yourself and your ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ ഹോസ്പിറ്റലിലാകുമ്പോൾ എന്താണ് ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. വേറൊരു ഫേം ആണെങ്കിൽ, വേറൊരു ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടുത്തെ ബാക്ക്ഗ്രൗണ്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, എക്സ്പീരിയൻസ് പറയാം. നിങ്ങൾ ഓൾറെഡി ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അപ്പൊ അതിന്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ സെൽഫ് ഇന്റർവ്യൂ നടത്തുന്ന ടൈമിൽ അതിന്റെ കൂടെ തന്നെ ഈ എക്സ്പീരിയൻസ് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാം. വൈ ഡു യു വാണ്ട് ടു വർക്ക് വിത്ത് അവർ ഓർഗനൈസേഷൻ? എന്തുകൊണ്ടാണ് നിങ്ങൾ, സത്യമല്ലേ ഇപ്പൊ ഇത്രയും ഹോസ്പിറ്റൽസ് ഉണ്ട്, നിങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ വന്നത് എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല, ഞാനൊരു വേക്കൻസി കണ്ടപ്പോൾ അപ്ലൈ ചെയ്തു, ഈ രീതിയിലുള്ള ആൻസർ അല്ല അവർ പ്രതീക്ഷിക്കുന്നത്. സോ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് ഒരു ആൻസർ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് വേണം പോകാം. എന്ത് ചെയ്യാം, ഒന്ന് ആൻസർ പറയുമ്പോൾ ഇത്രയും നിങ്ങൾ കുറച്ച് ആഡ് ചെയ്യാൻ നോക്കേണ്ട കാര്യങ്ങൾ അവരുടെ, നമ്മൾ ഏത് ഇന്റർവ്യൂവിന് എവിടെയാണോ ചെന്നിരിക്കുന്ന ഇന്റർവ്യൂവിന് ആ കമ്പനീനെ കുറിച്ച് നമ്മളൊന്ന് കുറച്ച് ഹൈപ്പായിട്ട് പറയാം. ഓക്കെ. പിന്നെ ചിലർക്ക് ഉണ്ടാവും കേട്ടോ, ഈ ഹോസ്പിറ്റലിൽ തന്നെ എനിക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടാവും. അപ്പൊ ഒരു പാഷൻ ആയിരിക്കും. അപ്പൊ അത് വ്യക്തമായ കാരണം എന്താണ് അതിനെ കുറിച്ചിട്ട് അത് നിങ്ങൾക്ക് പറയാം. നിങ്ങളുടെ കരിയർ ഗ്രോത്തിന് അവിടെ നിന്ന് ഹെൽപ്ഫുൾ ആണ്. അതായത് ഇപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും ഒരുപാട് പേഷ്യൻസ് ഉള്ള ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് പറയാം. അതായത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ കരിയർ നന്നായിട്ട് ഞാൻ വിചാരിക്കുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ഒരു എന്താ പറയാ, ഒരു എക്സ്പീരിയൻസ് കിട്ടും, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പഠിക്കാൻ പറ്റും എന്ന രീതിയിൽ നിങ്ങൾക്ക് പറയാം. അപ്പോൾ അങ്ങനത്തെ ആൻസേഴ്സ് ആണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിന്ന് അവർ ഉദ്ദേശിക്കുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിൽ പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയും, അതിന് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ആൻസേഴ്സ് നിങ്ങൾക്ക് കൊടുക്കാം. ഡിസ്ക്രൈബ് എ ടൈം യു ഹാൻഡിൽ എ ഡിഫിക്കൽട്ട് പേഷ്യന്റ് ഓർ ഫാമിലി സിറ്റുവേഷൻസ്. ഇതൊക്കെ ആക്ച്വലി എല്ലാ മിക്ക സിറ്റുവേഷൻ ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയാം, നിങ്ങൾ സ്ട്രെസ് ക്വസ്റ്റ്യൻസും പറയാം. അത് മിക്ക ഹോസ്പിറ്റൽ ഫീൽഡിലും ഇന്റർവ്യൂസിന് ചോദിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. അതായത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കൊളീഗ്സ് ആയിട്ട് മാത്രമല്ല അവിടെ കൊളാബറേഷൻ കമ്മ്യൂണിക്കേഷൻ ഒന്നും വരുന്നത്. ഏറ്റവും കൂടുതൽ വരുന്നത് പേഷ്യൻസും അവരുടെ ഫാമിലി ആയിട്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ ഒരു പ്രീവിയസ് എക്സ്പീരിയൻസ്, നിങ്ങളൊരു അർഗൻ പേഷ്യൻ്റ് ആയിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്ത ടൈം, അവരുടെ ഫാമിലിയായിട്ട് നിങ്ങൾ സംസാരിച്ച് നിങ്ങൾ ഒരു പ്രശ്നം സോൾവ് ചെയ്തത്, മനസ്സിലായോ? അപ്പൊ അത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. അപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്ത ആൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ഇഷ്ടം പോലെ എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അതിൽ ഏറ്റവും നിങ്ങൾ നന്നായിട്ട് ആ ഒരു പ്രശ്നം നിങ്ങൾ സോൾവ് ചെയ്തു അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്തു നിങ്ങൾക്ക് തോന്നുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിവിടെ ഡിസ്ക്രൈബ് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കോമൺ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ടൈമിൽ എക്സ്പെക്ട് ചെയ്യാം. ഇനി എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളാണെങ്കിൽ ഇതിനൊക്കെ എങ്ങനെ ആൻസർ ചെയ്യുന്നു ചോദിക്കാം. എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളോട് ഒരിക്കലും ഇങ്ങനത്തെ ഈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കില്ല. ഫസ്റ്റ് പിന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കാം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വർക്ക് ചെയ്യാൻ? അപ്പൊ നിങ്ങൾക്ക് അതിന് എന്ത് വ്യക്തമായിട്ടൊരു ആൻസർ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഏതെങ്കിലും ഒരു ആൻസർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കാം. പിന്നെ ടെൽ us about yourself and your ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട്. ഹെൽത്ത് കെയർ ബാക്ക്ഗ്രൗണ്ട് ഇല്ല ഓഫ് കോഴ്സ്, പക്ഷെ നിങ്ങൾ ഇന്റേൺഷിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങളൊരു ഈ കോഴ്സ് പഠിച്ചിറങ്ങി ഡയറക്റ്റ് ജോബിന് കയറാം, കിട്ടുന്നവർക്ക് കയറാം. നിങ്ങൾക്ക് അത്രയും സ്കിൽ ഉണ്ടെങ്കിൽ കിട്ടും തീർച്ചയായിട്ടും. ഇനി നിങ്ങളൊരു ഇന്റേൺഷിപ്പ് ചെയ്തിട്ടാണ് കയറണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റേൺഷിപ്പിനെ കുറിച്ചിട്ട് ഇവിടെ സംസാരിക്കാം. ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട്, അന്ന് എനിക്ക് ഇത്തരത്തിലുള്ള നോളജും കാര്യങ്ങളൊക്കെ എനിക്ക് ആ സമയത്താണ് കിട്ടിയത്, അന്ന് ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, മനസ്സിലായോ? അപ്പൊ ഞാൻ ഒരു 6 months ഇന്റേൺഷിപ്പ് ആയിരുന്നു, 1 year ഇന്റേൺഷിപ്പ് ആയിരുന്നു, അല്ലെങ്കിൽ 3 months ഇന്റേൺഷിപ്പ് ആയിരുന്നു എന്നൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ പറയാം. അപ്പോൾ ഇങ്ങനെയാണ് ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻസിലാണ് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന സ്കില്ല്, അതുപോലെ പ്രോപ്പറായിട്ട് എന്തിനാണ് നിങ്ങളോട് ഇവിടെ ജോയിൻ ചെയ്തത്, നിങ്ങൾക്ക് പാസ്റ്റ് എക്സ്പീരിയൻസ് നിങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾ എങ്ങനത്തെ ഒരാളാണെന്നൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് പെട്ടെന്ന് ആളെ പിടികിട്ടും, അല്ലെങ്കിൽ അനലൈസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഒരു ക്യാരക്ടർ എന്താണ്, നിങ്ങൾ ഓരോ സിറ്റുവേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. പിന്നെ ഇതിന് പുറമെ ഒരു കാര്യം പറയാനുള്ളത്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കേൾക്കുമ്പോൾ നിങ്ങൾ പെട്ടെന്ന് എന്താവരുത്, ഷോക്ക് ആവരുത്, അല്ലെങ്കിൽ അയ്യോ ഞാൻ എന്ത് പറയും അങ്ങനത്തെ ഒരു രീതിയിലേക്ക് പോകരുത്. എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ആയിട്ട് അല്ലെങ്കിൽ കോൺഫിഡന്റ് ആയിട്ട് നമ്മളത് ഫേസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഇതിന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ ഇതിന്റെ ആൻസേഴ്സോ നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ.
അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, കോൺഫിഡൻസ് ഉണ്ടല്ലോ, ആ കോൺഫിഡൻസ് നിങ്ങൾ എന്ത് ചെയ്യുക, എപ്പോഴും കീപ്പ് ചെയ്ത് കൊണ്ടുപോകുക. ഇന്റർവ്യൂവിന്റെ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് എൻഡിങ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു കോൺഫിഡൻറ്റ് ആറ്റിറ്റ്യൂഡ് നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, കളയാൻ പാടില്ല. കാരണം നമുക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് പലപ്പോഴും ആൻസേഴ്സ് ഇല്ലെങ്കിലും നമ്മൾ കോൺഫിഡന്റ് ആണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് അതിന് ആൻസേഴ്സ് കിട്ടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമുക്ക് അവരോട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾ പേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പറയാനൊന്നും കിട്ടില്ല. അപ്പൊ നമ്മൾ ഒന്നും കൂടി വീക്കായി പോകും, എത്ര അറിവുള്ള ആളാണ്, എത്ര എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിലും. സോ നിങ്ങൾ എപ്പോഴും ഇന്റർവ്യൂ ടൈമിൽ സ്റ്റാർട്ടിങ് തൊട്ട് എൻഡിങ് വരെ നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ കോൺഫിഡന്റ് ആണ്. അപ്പൊ എപ്പോഴും നല്ല കോൺഫിഡന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യുക. അപ്പൊ ഇതാണ് തേർഡ് പോയിന്റ്. അപ്പൊ തേർഡ് പോയിന്റിൽ 2 ഉണ്ട്. ഒന്ന് ജനറൽ രീതിയിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് റോൾ സ്പെസിഫിക് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ നോക്കിയത് ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പൊ റോൾ സ്പെസിഫിക്കിലേക്ക് വരുമ്പോൾ അവിടെ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പല റോൾസ് ഉണ്ടാവാം. ഇതിൽ ക്ലിനിക്കൽ റോൾ പറഞ്ഞിട്ടുണ്ട്, അഡ്മിനിസ്ട്രേറ്റീവ് റോൾ, ടെക്നിക്കൽ റോൾ, 3 ടൈപ്പ് ഓഫ് റോളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ക്ലിനിക്കൽ റോൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരോട് ചിലപ്പോൾ ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ എ ടൈം യു മാനേജ് ആൻ എമർജൻസി സിറ്റുവേഷൻ. നിങ്ങൾ എമർജൻസി സിറ്റുവേഷൻ മാനേജ് ചെയ്ത് സോൾവ് ചെയ്തിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് പറയാം. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ എന്താ, അവർക്ക് പറയാൻ ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. ഇനിയിപ്പോൾ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് കാര്യം എടുക്കുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് എന്തായാലും ഉണ്ടാവും. കാരണം അവർ ഇന്റേൺഷിപ്പും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത്, അല്ലെങ്കിൽ ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും വെച്ചിട്ട് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് ഉണ്ടാവും. അപ്പോൾ അത് പറയാം. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എമർജൻസി സിറ്റുവേഷൻ വന്നു, നിങ്ങൾ എങ്ങനെയാണ് പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്തത്, ആ സമയത്ത് ആ ഒരു പേഷ്യന്റിനെ എങ്ങനെ നിങ്ങൾ അവിടെ നിന്ന് സേവ് ചെയ്തു, അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്തു, അവരുടെ ഫാമിലിയിൽ നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെയാണ് അവർ ആൻസേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾ എങ്ങനെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഇവിടെ ഇപ്പൊ നിങ്ങൾ ഇവിടെ ഹയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നൊരു ആൻസർ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ ചോദിക്കുന്നത്. പിന്നെ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, അങ്ങനത്തെ ഇൻസിഡൻസ് മാത്രം പറയാം. അതായത് ഒറിജിനൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാക്കി പറയാൻ നിന്നാൽ ഒരു ഇന്റർവ്യൂ പാനലിൽ ഒരുപാട് ആളുകളുണ്ട്, അവരിൽ പലരും നിങ്ങൾ നുണയാണോ സത്യമാണോ എന്നൊക്കെ പറയുന്നത് മനസ്സിലാക്കാൻ കഴിവുള്ളവരും അതുമായിട്ടുള്ള സൈക്കോളജിയും കാര്യങ്ങളൊക്കെ പഠിച്ചവരായിരിക്കും. അപ്പൊ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യുക, ഇല്ലാത്തത് ഉണ്ടാക്കി പറയരുത്. ഇങ്ങനെയുള്ള റിയൽ ഇൻസിഡൻസ് ഒക്കെ ചോദിക്കുമ്പോൾ ഉള്ളത് മാത്രം പറയും. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും സംഭവിച്ചില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതില്ലാന്നുള്ള രീതി തന്നെ പറയുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ എന്ത് പറയാൻ പാടില്ല, നുണ പറയാനായിട്ട് ഒരിക്കലും പാടില്ല. ദെൻ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോൾസിലേക്കാണെങ്കിൽ ചോദിക്കുന്നത് ഹൗ ഡു യു ഹാൻഡിൽ സ്കെഡ്യൂളിംഗ് കോൺഫ്ലിക്ട്സ് ഓർ മെയിൻറ്റെയിൻ പേഷ്യന്റ് ഡാറ്റ കോൺഫിഡൻഷ്യാലിറ്റി. അതായത് അഡ്മിനിസ്ട്രേറ്റീവ് റോൾ എന്ന് പറയുമ്പോൾ എപ്പോഴും അവിടെ വരുന്നതെന്ന് വെച്ചാൽ മാനേജിങ് ആണ്, ആളുകളെ മാനേജ് ചെയ്യുക. ഇപ്പൊ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ അവിടുത്തെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെയും അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്, അവരുടെ വർക്കിനെ അസിസ്റ്റ് ചെയ്യുന്ന ആളാണ്. അപ്പൊ ഇത്തരത്തിൽ അസിസ്റ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും, ഡിപ്പാർട്ട്മെന്റ്സ് തമ്മിൽ അടി ഉണ്ടാവും, എപ്പോഴും വാക്കുതർക്കങ്ങളും കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്തിരുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോയത് എങ്ങനെയാണ്, ഇതെല്ലാം സ്കെഡ്യൂൾ ചെയ്തത് എങ്ങനെയാണെന്നൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ ഇതിന് നിങ്ങൾ പറയേണ്ടത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ ഇതിൽ ഷെയർ ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമാണ് ഈ ഒരു റോളിൽ നിങ്ങൾ എത്രമാത്രം നിങ്ങൾക്ക് ഇത് മികച്ചതായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു പെർട്ടിക്കുലർ റോളിൽ നിങ്ങൾ എത്രമാത്രം നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളത് ആർക്ക് അറിയാൻ പറ്റുള്ളൂ, ഇവർക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇത് നിങ്ങളുടെ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന അറിയാൻ വേണ്ടിയിട്ടാണ് അവർ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. സോ ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് റോൾ മാത്രമല്ല, ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിലെ ഏത് റോളാണെങ്കിലും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. കാരണം മിക്കപ്പോഴും ഇപ്പൊ പേഷ്യൻസ് തമ്മിൽ അടിയുണ്ടായി, അത് സോൾവ് ചെയ്യാനും അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാനും പോകുന്നത് PRO ആയിരിക്കും, പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും. അപ്പോൾ ഒരു PROനെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പൊ ഇത് ചെയ്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഒരു പ്രശ്നം വന്നാൽ എന്ത് ചെയ്യണം, എങ്ങനെ മാനേജ് ചെയ്യണം, അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നൊക്കെ നല്ല ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവും അല്ലെ. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. ഇനി ടെക്നിക്കൽ റോൾസിലേക്ക് വരുമ്പോൾ വാട്ട് എക്സ്പീരിയൻസ് ഡു യു ഹാവ് വിത്ത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഓർ EMRS. ടെക്നിക്കൽ റോൾസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഇപ്പോൾ HIS നിങ്ങൾക്ക് എന്ത് എക്സ്പീരിയൻസ് ആണുള്ളത്, അത് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം, അതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് അറിയുന്നത്, അതിന് ടെക്നിക്കൽ സൈഡ് നിങ്ങൾക്ക് എന്തറിയാം, അതിലിപ്പോൾ പെട്ടെന്ന് ഇങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നാൽ നിങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യും. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് അറിയണമെങ്കിൽ നമ്മൾക്ക് എന്ത് വേണം, ഹോസ്പിറ്റലിലെ ആ ഒരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ടെക്നിക്കൽ പ്ലാറ്റ്ഫോമിനെ കുറിച്ച് നമുക്ക് എന്ത് വേണം, അറിവ് വേണം. അപ്പോൾ
ഈ റോളിലേക്ക് പോകുന്നവർ മസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. പുതിയ പുതിയ കറണ്ട് ട്രെൻഡ്സ് എന്തൊക്കെയാണ്, ടെക്നിക്കൽ ഫീൽഡിലേക്ക് വന്ന അല്ലെങ്കിൽ ഡിജിറ്റൽ ഡിവൈസസ് യൂസ് ചെയ്യുമ്പോൾ എന്തെല്ലാം ബെനിഫിറ്റ്സ് ഹോസ്പിറ്റൽസിൽ ഇപ്പൊ ഉണ്ട്, നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും മാറ്റം വരുത്തേണ്ടതായിട്ട് തോന്നിയതുണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടെക്നിക്കൽ റോൾസിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് റോൾ സ്പെസിഫിക് ആയിട്ട് വരുമ്പോൾ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ്. പിന്നെ യൂസ് ദ സ്റ്റാർ മെത്തേഡ്. സ്റ്റാർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സിറ്റുവേഷൻ, ടാസ്ക്, ആക്ഷൻ, റിസൾട്ട് ഫോർ സിനാറിയോ ബേസ്ഡ് ആൻസേഴ്സ്. ഇപ്പൊ നമ്മളോട് ചിലപ്പോൾ ഒരു സ്ട്രെസ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിച്ചേക്കാം, അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഇതിൽ സിറ്റുവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഈ ഒരു സിറ്റുവേഷൻ വന്നു, നിങ്ങൾ എന്ത് ചെയ്യും? ഫോർ എക്സാമ്പിൾ, ഇപ്പൊ അവർ നിങ്ങളോട് ചോദിക്കാം, നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 ഡിപ്പാർട്ട്മെന്റ് തമ്മിൽ ഇഷ്യൂ വന്നു. ഇപ്പൊ 2 ഡിപ്പാർട്ട്മെന്റിലും ഒന്ന് നിങ്ങളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആണ്, ഒന്ന് ഒരു നോൺ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. പക്ഷെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ നിങ്ങൾക്ക് അവിടെ നിങ്ങൾ അതിൽ അവരുടെ ഒപ്പം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ഒരു ഇഷ്യൂ ഉണ്ടാകും. അപ്പൊ അത് അവർക്ക് നിങ്ങളോട് ഒരു പേഴ്സണൽ ഗ്രഡ്ജോ കാര്യങ്ങളോ വന്നേക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അല്ലെങ്കിൽ ഒരു പേഷ്യന്റും ഒരു ഡിപ്പാർട്ട്മെന്റും തമ്മിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ടായി. അപ്പൊ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്താണ് ശരി, പേഷ്യന്റിന്റെ ഭാഗത്താണ് തെറ്റ്. പക്ഷെ പേഷ്യന്റിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പേഷ്യന്റ് നമുക്ക് അത് വെറുപ്പിച്ച് വിടാനോ അല്ലെങ്കിൽ ചീത്ത പറഞ്ഞു വിടാനോ പറ്റില്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? അപ്പൊ ഇതൊക്കെ ശരിക്കും റിയൽ ലൈഫിൽ നടക്കുന്ന ഇൻസിഡൻസ് ആണ് ഒരുപാട് ഹോസ്പിറ്റൽസിൽ. അപ്പൊ ഇങ്ങനത്തെ ഇഷ്യൂ വന്നാൽ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യും? ഇതൊക്കെയാണ് സിറ്റുവേഷൻ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ടാസ്ക്, എന്തെങ്കിലും ഇതുപോലെ ടാസ്ക് നിങ്ങൾക്ക് തരാം, ആക്ഷൻസ് തരാം, എന്തെങ്കിലും അത് ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ ഇതിന്റെ റിസൾട്ട് എന്തായിരിക്കും. അപ്പോൾ ഇത്തരത്തില് മെത്തേഡ്സ്, സ്റ്റാർ മെത്തേഡ് യൂസ് ചെയ്തിട്ടുള്ള ആൻസേഴ്സ് എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്യാനുള്ള നിങ്ങളുടെ ഒരു പവറിനെ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻറ്റിനെ ആണ് നിങ്ങൾ അവിടെ ഉയർത്തി കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്പെക്ട് ചെയ്യാം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്തരത്തിലുള്ള മെത്തേഡ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് പോവാന്നുള്ളതാണ്. സോ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഫിഫ്ത്ത് പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ പ്രിപ്പറേഷൻ ആണ്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ഇന്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ഏതെല്ലാം ഏരിയാസ് നമ്മൾ കവർ ചെയ്യണം, എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം, ജനറൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ്, റോൾ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കിയത്. ഇനി നമുക്ക് പ്രാക്ടിക്കൽ സെക്ഷനിലേക്ക് പോകാം. അതായത് ഇനി നമ്മൾ എന്തെല്ലാം നമ്മുടെ കൂടെ കരുതണം, എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അല്ലാതെ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഡോക്യുമെന്റ്സ്, അപ്ഡേറ്റഡ് റെസ്യൂമേ, സർട്ടിഫിക്കറ്റ്സ്, ലൈസൻസ്, രജിസ്ട്രേഷൻ, റെഫറൻസ് ലെറ്റേഴ്സ്. നിങ്ങൾ മസ്റ്റ് ആയിട്ട് ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ക്വാളിഫിക്കേഷൻ ഡോക്യുമെന്റ്സ് എല്ലാം നിങ്ങൾ കൊണ്ടുപോകുന്നുള്ളതാണ്. നിങ്ങൾ വെറുതെ റെസ്യൂമേ മാത്രമായിട്ട് ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ ചോദിക്കുക പോലുമില്ല നിങ്ങളുടെ ഈ സർട്ടിഫിക്കേഷൻസ് ഒക്കെ. പക്ഷേ ഇൻ കേസ് ചോദിച്ചാൽ നമ്മുടെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ചിലപ്പോൾ നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് മാത്രം നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ ആൾ അത് കൊണ്ടുവരണ്ടേ, റിജക്ട് ചെയ്യപ്പെടാം. നിങ്ങളിൽ ഉണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ചിലപ്പോൾ നെക്സ്റ്റ് റൗണ്ട് ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നിങ്ങളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഇന്റർവ്യൂവിന് മുമ്പ് റെസ്യൂമേ മാത്രം മതി എന്ന് അവർ പറഞ്ഞാൽ പോലും നിങ്ങൾ എന്ത് ചെയ്യുക, ഡോക്യുമെന്റ്സ് കരുതുക, അല്ലേ? നഷ്ടപ്പെടാനൊന്നുമില്ല അത് കരുതി കൊണ്ടുപോയതുകൊണ്ട്. അപ്പോൾ പിന്നെ നിങ്ങളുടെ റെസ്യൂമേ എന്ത് ചെയ്യുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കാം. അതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, നിങ്ങളൊരു 3 ഹോസ്പിറ്റലിലേക്ക് ഒരുമിച്ച് നിങ്ങൾ അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റ റെസ്യൂമേ വെച്ചിട്ട് അപ്ലൈ ചെയ്യരുത്. നിങ്ങൾ ABC ഹോസ്പിറ്റലുണ്ട്, XYZ ഹോസ്പിറ്റലുണ്ടെന്ന് വിചാരിക്കുക. 2 ഹോസ്പിറ്റലിലേക്കും PRO എന്ന് പറഞ്ഞ വേക്കൻസിയിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾറെഡി റെസ്യൂമേ ഉണ്ടല്ലോ, എല്ലാം ഉണ്ട്, എന്താ ഒബ്ജക്റ്റീവ് ഒക്കെ ഉണ്ട്, 2ഉം PROടെയാണ് കൊടുത്തേക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. കാരണം ഓരോ ഹോസ്പിറ്റലിനും റിക്വയർമെന്റ്സ് ഡിഫറൻസ് ഉണ്ടാവും, കീവേഡ്സ് ഉണ്ടാവും അവർക്ക് ഓരോ റിക്വയർമെന്റ്സിനും. ഫോർ എക്സാമ്പിൾ, ABC ഹോസ്പിറ്റലിൽ വേണ്ടത് നല്ല കോർഡിനേഷൻ പവറുള്ള അല്ലെങ്കിൽ കോർഡിനേറ്റീവ് റോൾ ചെയ്യേണ്ട ഒരു PROനെയാണ്. പക്ഷെ ഇവിടെ ആവശ്യം മാർക്കറ്റിംഗിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു PROനെയാണ്, മാർക്കറ്റിംഗ് ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ഒരു PROനെയാണ്. അപ്പോൾ ഇതാണ് ആ 2 ഹോസ്പിറ്റലിലെ കീവേഡ്സ്, മാർക്കറ്റിംഗ് ഫീൽഡും മറ്റൊരിടത്ത് എന്താണ് കോർഡിനേഷൻ റോളും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ റെസ്യൂമേയിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതും ഈ കീവേഡ്സ് ആണ്. അപ്പൊ ആ ഹോസ്പിറ്റലിലേക്ക് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്ന റെസ്യൂമേയിലെ ഒബ്ജക്റ്റീവിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ കോർഡിനേഷൻ റോള് നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതൊരു കീവേഡ് ആയിട്ട് നിങ്ങൾ കാണുന്ന രീതിയിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ നിങ്ങൾ അവിടെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ എന്താണ് നിങ്ങളുടെ മാർക്കറ്റിംഗ് സ്കില്ലിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈലൈറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവിൽ കാണിക്കുക, എന്നിട്ട് അത് അങ്ങോട്ടേക്ക് അയക്കാം. അപ്പൊ അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്.
എല്ലാത്തിനും കൂടി നിങ്ങൾ ഒറ്റ ഒബ്ജക്റ്റീവിൽ അയച്ചെന്ന് അവരുടെ കീവേഡ്സ് ഒന്നും, അല്ലെങ്കിൽ ഇപ്പൊ ഈ ഇവിടെ അയച്ചു തന്നെ അവിടെ അയച്ചാൽ അവർക്ക് വേണ്ടത് കോർഡിനേഷൻ റോൾ അല്ല. അപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് അത് ഷോർട്ട് ലിസ്റ്റിനുള്ള ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ ഇത്തരത്തില് അതാണ് ഈ അപ്ഡേറ്റഡ് റെസ്യൂമെ എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഓരോ ജോബ് വേക്കൻസി അപ്ലൈ ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ജോബ് വേക്കൻസിയിലെ റിക്വയർമെന്റ്സ് നോക്കിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾ അതിലേക്ക് ഷോർട്ട് ലിസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ. പിന്നെ ഇപ്പോൾ കൂടുതലും ATS ഫ്രണ്ട്ലി റെസ്യൂമേഴ്സ് ആണ്. അപ്പോൾ ഇതൊരു കീവേഡ്സ് ഒക്കെ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാലാണ്, അതായത് നമ്മുടെ ATS ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ അറിയാലോ, നമ്മുടെ സിസ്റ്റം ത്രൂ ആണ് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ഇത് ചെയ്യുന്നത്. ഒരിക്കലും ഒരു HR മാനുവലി ഇരുന്നിട്ട് 1000 റെസ്യൂമെ ഒന്നും ഒരിക്കലും നോക്കിയിട്ടല്ല ഇത് ചെയ്യുന്നത്. അപ്പൊ ATS ഫ്രണ്ട്ലി ആയിട്ടുള്ള കമ്പനീസ് ആണെന്നുണ്ടെങ്കിൽ ATS അവർ സോഫ്റ്റ്വെയറിലേക്ക് അവർ ചെയ്യുക. അപ്പൊ ഈ കീവേഡ്സ് എന്തെങ്കിലും മാച്ച് ആയിട്ട് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റിംഗിൽ ചെയ്യുള്ളൂ. അപ്പൊ ഇങ്ങനത്തുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, റെസ്യൂമെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, എപ്പോഴും അപ്ഡേറ്റഡ് ആയിരിക്കുക. സർട്ടിഫിക്കറ്റും നിങ്ങളുടെ ലൈസൻസും രജിസ്ട്രേഷൻസും ഒക്കെ, അതുപോലെ റെഫറൻസ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ ഇതെല്ലാം ഒരു ഫയലാക്കി, നിങ്ങൾ ഓരോ കയ്യിൽ പേപ്പറൊക്കെ ആയിട്ട് കൊണ്ടുപോവാതെ ഒരു ഫയൽ എടുത്ത് അതിലേക്ക് വെച്ച് നല്ല നീറ്റായിട്ട് എന്ത് ചെയ്യുക, കൊണ്ടുപോവാം. നെക്സ്റ്റ്, ഡ്രസ് കോഡ് പ്രൊഫഷണൽ, ക്ലീൻ ആൻഡ് കൺസർവേറ്റീവ്, അങ്ങനെയുള്ള രീതിയിൽ വേണം നിങ്ങൾ എപ്പോഴും ഡ്രസ് കോഡ് ചെയ്യാൻ. പ്രൊഫഷണൽ ലുക്ക് തോന്നിക്കുന്ന ഡ്രസ്സസ് നിങ്ങൾ വെയർ ചെയ്യുക. ക്ലീൻ ആയിരിക്കണം, അയേൺ ചെയ്തിട്ടുണ്ടാവണം. അയേൺ ചെയ്യാതെ ചിലപ്പോൾ നിങ്ങൾ അയേൺ ചെയ്ത്, ചിലർ അങ്ങനെയാണ്, അയേൺ ചെയ്ത് ഡ്രസ്സ് ഇടുന്ന ആളായിരിക്കില്ല. പക്ഷെ ഇന്റർവ്യൂവിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക, മസ്റ്റ് ആയിട്ട് അയേൺ ചെയ്തിട്ടൊക്കെ ഇന്റർവ്യൂവിന് ഇടുന്ന ഡ്രസ്സ്. കാരണം എന്ത് ഡ്രസ്സ് ഇട്ടാലും നമ്മൾ അയേൺ ചെയ്തിട്ടാൽ കുറച്ചുകൂടെ ഒരു ബെറ്റർ ലുക്ക് തോന്നിക്കും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് അയേൺ ചെയ്ത് അങ്ങനെ നല്ല വാഷൊക്കെ ചെയ്ത് രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് പ്രിപ്പയർ ചെയ്തിട്ട് കൊണ്ടുപോകാം. ദെൻ പോർട്ട്ഫോളിയോ, ഇഫ് ആപ്ലിക്കബിൾ, കേസ് സ്റ്റഡീസ്, ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ് പ്രോജക്ട്സ് ഓർ പബ്ലിഷ്ഡ് റിസർച്ച്. അതായത് പോർട്ട്ഫോളിയോ, നിങ്ങളൊരു ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി മുമ്പ് കേസ് സ്റ്റഡീസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ നിങ്ങൾക്ക് ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഇഷ്യൂ നിങ്ങൾ ഫൈൻഡ് ചെയ്ത് അതിലൊരു സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രൊജക്ട്സ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ പഠിക്കുന്ന സമയത്താണെങ്കിലും ഇന്റേൺഷിപ്പ് പ്രൊജക്ട് ഒക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പ്രൊജക്റ്റ് ആണ്. നിങ്ങൾ തന്നെ ഫീൽഡിൽ പോയി അതിന്റെ ഡോക്യുമെന്റ്സ് അല്ലെങ്കിൽ അതിന്റെ ഡാറ്റ നിങ്ങൾ കളക്ട് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത പ്രൊജക്ട്സ് ഉണ്ടാവും. പിന്നെ നിങ്ങൾ റിസർച്ച് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത ബുക്സ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നിങ്ങൾ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതും നിങ്ങൾക്ക് അഡീഷണലി കൊണ്ടുപോകാം. അത് നിങ്ങളുടെ ആ സ്കില്ല് അവരുടെ മുമ്പിൽ എക്സ്പോസ് ചെയ്യാനും അവർക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടെ മനസ്സിലാവാനും എളുപ്പമായിരിക്കും. അപ്പൊ ഇതൊക്കെ അഡീഷണലി നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ടൈമിൽ കയ്യിൽ കൊണ്ടുപോകാൻ പറ്റിയ കാര്യങ്ങളാണ്. അപ്പോൾ ഇതാണ് പ്രാക്ടിക്കൽ പ്രിപ്പറേഷനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സോ നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാം. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രാക്ടീസ് ആൻഡ് മോക്ക് ഇന്റർവ്യൂസ് ആണ്. നിങ്ങൾ ഒരു ഇന്റർവ്യൂ നിങ്ങൾക്ക് ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടക്ട് മോക്ക് ഇന്റർവ്യൂസ് വിത്ത് എ മെന്റർ ഓർ കൊളീഗ്. ഇപ്പൊ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആള്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെന്റർ ഉണ്ട്, നിങ്ങളെ പണ്ട് പഠിപ്പിച്ചൊരു സാറുണ്ട്, നിങ്ങൾ എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന ആളാണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ ഒന്ന് മോക്ക് ഇന്റർവ്യൂ ചെയ്ത് നോക്കാം. ആളെ വെച്ചിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും ഒരു എക്സ്പീരിയൻസ് അവിടെ കിട്ടി. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് അതിൽ നിന്ന് കിട്ടും. അങ്ങനെ ആ ഒരു കോൺഫിഡന്റ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എന്തെല്ലാം എനിക്ക് തെറ്റ് പറ്റുന്നുണ്ട്, എവിടെയെല്ലാം ഞാൻ കുറച്ച് ഫോക്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇന്റർവ്യൂ മോക്ക് ഇന്റർവ്യൂ ആയിട്ട് ചെയ്ത് നോക്കാം. റെക്കോർഡ് യുവർ സെൽഫ് ആൻസറിങ് ക്വസ്റ്റ്യൻസ് ടു ചെക്ക് ക്ലാരിറ്റി ആൻഡ് ബോഡി ലാംഗ്വേജ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു ഫോൺ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എങ്ങനെയാണ് ഓരോ ആൻസർ പറയുമ്പോൾ നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണ്, നിങ്ങൾ ലാഗ് വരുന്നുണ്ടോ, എത്ര ടൈം എടുക്കുന്നുണ്ട്, ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു അവയർനെസ് കിട്ടും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ അതിൽ നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെന്റ് വരുത്താനും, അതുപോലെ ക്ലാരിറ്റി, ഈ ആൻസർ ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഇതിൽ ഞാൻ തപ്പി പോകുന്നുണ്ട്, അല്ലെങ്കിൽ എന്റെ സെൽഫ് ഇൻട്രോ ഞാൻ ഒന്നുകൂടെ ബെറ്റർ ആക്കാനുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നല്ല ക്ലാരിറ്റി. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബോഡി ലാംഗ്വേജ് ബോറാണോ, കുറച്ചുകൂടെ ബെറ്റർ ആക്കാനുണ്ടെന്നൊരു ഐഡിയ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ മോക്ക് ഇന്റർവ്യൂ നിങ്ങൾ തന്നെ കണ്ടക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കിട്ടും. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് പ്രിപ്പയർ യുവർ ക്വസ്റ്റ്യൻസ്. എംപ്ലോയേഴ്സ് അപ്രിസിയേറ്റ് കാൻഡിഡേറ്റ്സ് ഹു ഷോ ഇൻട്രസ്റ്റ് എക്സാമ്പിൾസ്. അപ്പൊ നമുക്കറിയാം മിക്ക ഇന്റർവ്യൂവിന് നിങ്ങൾ പോകുമ്പോൾ ആളുകൾ ഇങ്ങനെ ഇന്റർവ്യൂ പാനൽ ചോദിക്കാറ്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കാനുണ്ടോ, മിക്കവരും പറയുന്നത് ഒന്നുമില്ല, അല്ലെങ്കിൽ സാലറി, അതൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സാലറിനെ കുറിച്ചിട്ടും ഒന്നുമില്ല എന്നതിനെ കുറിച്ചിട്ടും അല്ല അവർ ചോദിക്കുന്നത്. നിങ്ങൾക്ക് ആ കമ്പനിനെ കുറിച്ചിട്ട് അറിയാൻ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ജോബ് റോളിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണോ എന്നറിയാൻ ഇവർ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വാട്ട് പ്രൊഫഷണൽ ഡെവലപ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് ആർ അവൈലബിൾ ഹിയർ, എന്തെല്ലാം പ്രൊഫഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ എന്റെ എത്രമാത്രം പെർഫോമൻസ് ആണ് നിങ്ങൾ എൻ്റെ എക്സ്പെക്ട് ചെയ്യുന്നത്, ഏത് ലെവൽ വരെ ഞാൻ
എൻ്റെ ആ ഒരു കഴിവ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ കമ്പനിക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനത്തെ തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് മിക്കപ്പോഴും ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത്. ഹൗ ഈസ് പേഷ്യന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി മോണിറ്റേർഡ് ആൻഡ് ഇംപ്രൂവ്ഡ്? ഇപ്പൊ ഇവർ ഹെൽത്ത് കെയർ ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം, ഇവിടെ നിങ്ങൾ പേഷ്യന്റ് സേഫ്റ്റി എത്രമാത്രം ഇംപ്രൂവ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എത്രമാത്രം അത് മോണിറ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സബ്ജക്ട് ഓറിയന്റഡ് ആയിട്ടും അതുപോലെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇന്റർവ്യൂ പാനലിനോട് ചോദിക്കാം. അതിനു വേണ്ടിയിട്ടാണ് അവരൊരു അവസരം തരുന്നത്. നിങ്ങളുടെ ഒരു കഴിവ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള നിങ്ങളുടെ ഡൗട്ടിന്റെ ക്ലാരിറ്റിയും അതുപോലെ അതിന്റെ ഒരു നോളജും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് അവർ നിങ്ങൾക്ക് ചോദിക്കാനുണ്ടോ പറയാനുണ്ടോ എന്ന് അവര് ചോദിക്കുന്നത്. സോ ഇതാണ് നിങ്ങളുടെ നിങ്ങൾ അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോവാന്നുള്ളത് മസ്റ്റ് ആണ്. അവരെ ചോദിക്കുമ്പോൾ ഒന്നും ഇല്ല എന്ന് പറയുന്നേക്കാൾ ബെറ്റർ ഇത്തരത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് പോകുന്നത്. അതൊരു ഇംപ്രഷൻ ആണ് അവിടെ അവർക്ക് കൊടുക്കുന്നത്. സോ അതാണ് നമ്മുടെ 7th പോയിന്റ്. ആൻഡ് 8th പോയിന്റ് എന്ന് പറയുന്നത് ഡേ ബിഫോർ ആൻഡ് ഡേ ഓഫ്. ഇന്റർവ്യൂവിന് മുമ്പ് തലേന്ന് നമ്മൾ എന്തൊക്കെ ചെയ്യണം? റെസ്റ്റ് വെൽ ആൻഡ് പ്ലാൻ യുവർ ട്രാവൽ റൂട്ട് ടു അവോയ്ഡ് ഡിലേ. ഇപ്പം ദൂരെയാണ് ഇന്റർവ്യൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, തലേന്ന് അവിടെ പോയിട്ട് അടുത്ത് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് പോകുന്നതായിരിക്കും ബെറ്റർ. കാരണം രാവിലെ നിങ്ങൾ ഇവിടെ നിന്ന് ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് ഓൾറെഡി നമുക്കറിയാം ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര ടയേർഡ് ആവും. പിന്നെ നമുക്ക് ഡ്രസ്സിങ് കാര്യങ്ങളൊക്കെ ആ ഒരു ഫ്രഷ്നെസ് പോകും. നിങ്ങൾക്ക് ഫ്രഷ്നെസ് ഇല്ലാതെ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ നിങ്ങൾക്ക് ടയേർഡ് ആവും, ഉറക്കം വരും, ഫുഡ് ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഒക്കെ വരും. അപ്പോൾ ഒരുപാട് ദൂരെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, തലേന്ന് തന്നെ നിയർ ബൈ എവിടെയെങ്കിലും പോയി സ്റ്റേ ചെയ്തിട്ട് ഇന്റർവ്യൂവിന് പോവാം. ഇല്ലെങ്കിൽ വീടിന്റെ അടുത്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നേരത്തെ ഇറങ്ങാം. കാരണം ഈ ബ്ലോക്ക് ഒക്കെ നമുക്ക് അറിയാൻ പറ്റില്ല എങ്ങനെ എപ്പോൾ വരും എന്നൊന്നും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ഡിലേ ഒഴിവാക്കാനായിട്ട് കറക്റ്റ് ആയിട്ടുള്ള പ്രിപ്പറേഷൻ നമ്മൾ തലേന്നേ ചെയ്ത് വെക്കുക. നന്നായിട്ട് ഉറങ്ങുക. അതുപോലെ ക്യാരി എസെൻഷ്യൽസ് ID പ്രൂഫ്, എക്സ്ട്രാ കോപ്പീസ് ഓഫ് യുവർ റെസ്യൂമെ. ഒരു റെസ്യൂമെ കൊണ്ട് ഒരിക്കലും നിങ്ങൾ ഇന്റർവ്യൂവിന് പോകരുത്. ഒരു 3-4 കോപ്പീസ്, കളർ കോപ്പീസ് ആണെങ്കിൽ ബെറ്റർ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണെങ്കിൽ കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. പിന്നെ ID പ്രൂഫ്സ്, അതായത് ആധാർ കാർഡ് അല്ലെങ്കിൽ പാൻ കാർഡ്, ലൈസൻസ്, ഇങ്ങനെയുള്ള ID പ്രൂഫ് ഒക്കെ അതിന്റെ കോപ്പി നിങ്ങൾ എന്ത് ചെയ്യുക, കയ്യിൽ കരുതുക. ഒറിജിനലും കോപ്പിയും കയ്യിൽ കരുതി കൊണ്ടുപോകുക. സ്റ്റേ കാം ആൻഡ് കോൺഫിഡൻറ്റ്. ടേക്ക് എ ഫ്യൂ ഡീപ് ബ്രീത്ത്സ് ബിഫോർ എൻറ്ററിംഗ് ദ റൂം. ഇനി ഞാൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളൊരു ഇന്റർവ്യൂവിന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൊട്ടിട്ട് അതിന്റെ എൻഡ് വരെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കോൺഫിഡന്റ് ആണ്. അപ്പൊ അത് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പകുതി നിങ്ങൾക്ക് ഇന്റർവ്യൂ നന്നായിട്ട് പെർഫോം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ നിങ്ങളൊരു ആ കോൺഫിഡന്റ് നിങ്ങൾ എന്ത് ചെയ്യുക, കൂട്ടുക. ഇപ്പൊ ഇന്റർവ്യൂ റൂമിലൊക്കെ കയറുന്ന മുമ്പ് ചിലർക്കൊക്കെ ഭയങ്കര നെഞ്ചെടുപ്പും ഇതൊക്കെ ആയിരിക്കും. അപ്പൊ ചിലർ ഭയങ്കരമായിട്ട് വേർക്കും. അപ്പൊ ആ ലുക്ക് കാണുമ്പോഴേ ഇന്റർവ്യൂ പാനലിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവും ആൾക്ക് ഭയങ്കര പേടിയാണ്, ഒട്ടും കോൺഫിഡന്റ് ഇല്ലാത്ത ആളാണെന്ന് മനസ്സിലാവും. അപ്പൊ അതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇതുപോലെ ഒന്ന് കാമായിട്ടിരിക്കുക. ഒരുപാട് വർത്തമാനങ്ങളും കാര്യങ്ങളും നമ്മൾ ഫോണൊക്കെ യൂസ് ചെയ്യാതെ ആ മൊമെന്റിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യാതിരിക്കാൻ നോക്കാം. നിങ്ങൾ നോക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സെൽഫ് ഇൻട്രോ, ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം നന്നായിട്ട് കൊണ്ടുപോകുക. നന്നായിട്ട് നിങ്ങളൊന്ന് ഓർത്തെടുക്കാൻ നോക്കാം. അങ്ങനെ ഒരു കോൺഫിഡൻസോട് കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഇന്റർവ്യൂ റൂമിലേക്ക് എൻ്റർ ചെയ്യാൻ നോക്കാന്നുള്ളതാണ്. ലാസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ക്വിക്ക് ടിപ്സ് വൈൽ ഡെലിവറിങ്. ഇത് നിങ്ങൾ സെൽഫ് ഇൻട്രോ പറയുന്ന സമയത്ത് എങ്ങനെയാണ് പറയേണ്ടത് നമുക്ക് നോക്കാം. കീപ് ഇറ്റ് അണ്ടർ 2 minutes. എപ്പോഴും നമ്മുടെ സെൽഫ് ഇൻട്രോ 2 മിനിറ്റിൽ താഴെ ആയിരിക്കണം. നിങ്ങളിപ്പോൾ ഒരു 5 മിനിറ്റ് നിങ്ങളുടെ ലൈഫ് സ്റ്റോറി പറയാനുള്ള ഒരു പ്ലാറ്റ്ഫോം അല്ല നമ്മുടെ ഇന്റർവ്യൂ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും രസകരമായിട്ട് എന്നാൽ നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ അതിൽ എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻസ്, നിങ്ങളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ ഇത് എക്സ്പോസ് ചെയ്യുന്ന രീതിയിൽ 2 മിനിറ്റിന് താഴെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ സെൽഫ് ഇൻട്രോ നിങ്ങൾ പറഞ്ഞു തീർക്കാം. സ്പീക്ക് ഇൻ എ വാം ബട്ട് പ്രൊഫഷണൽ ടോൺ. ചിലർ സംസാരിക്കുന്ന സമയത്ത് ഭയങ്കര സ്പീഡിൽ, ഭയങ്കര സൗണ്ടിൽ ഒക്കെ ഇങ്ങനെ സംസാരിക്കുക. ആവശ്യമില്ലാത്ത സ്ഥലത്തുള്ളിടത്തൊക്കെ സ്ട്രെസ് ചെയ്തൊക്കെ സംസാരിക്കും. അതിന്റെ ആവശ്യമില്ല. നമ്മൾ ഭയങ്കര കാം, അതുപോലെ തന്നെ വാം ആയിട്ട് എന്നാൽ പ്രൊഫഷണൽ ടോണിൽ നമ്മൾ സംസാരിക്കാം. ഓക്കെ, നിങ്ങൾ ഇംഗ്ലീഷും മലയാളം മിക്സ് ചെയ്ത് സംസാരിക്കാതെ എന്ത് ചെയ്യാം, സെൽഫ് ഇൻട്രോ എപ്പോഴും നിങ്ങൾ എന്ത് ചെയ്യുക, ഇംഗ്ലീഷിൽ തന്നെ പറയാം, മലയാളത്തിൽ പറയേ ചെയ്യരുത്. അപ്പോൾ ആ രീതിയിൽ പ്രൊഫഷണൽ ടോൺ യൂസ് ചെയ്തിട്ട് വാമായിട്ട് നമ്മുടെ സെൽഫ് എന്താണ് നമുക്ക് നമ്മളെക്കുറിച്ച് പറയാനുള്ളത് അത് നമ്മൾ പറയാം. നിങ്ങൾ ഓൾറെഡി ഈ സെൽഫ് ഇൻട്രോ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളൊരു പാട്ട് പഠിക്കുന്ന പോലെ സെൽഫ് ഇൻട്രോ നിങ്ങൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ അങ്ങനെ ആലോചിച്ചാൽ ലാഗ് വരില്ല. മനസ്സിലായോ? അപ്പൊ നിങ്ങൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് പറഞ്ഞോ. നിങ്ങളെ കുറിച്ച് പറയുന്നതാണ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയേണ്ടത്. അത് നിങ്ങൾക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറയാൻ പറ്റിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നന്നായിട്ട് അത് നമുക്ക് എപ്പോഴും, നിങ്ങളിപ്പോൾ ഇന്റർവ്യൂ ഉണ്ടായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ സെൽഫ് ഇൻട്രോ എന്ന് പറയുന്നത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾക്ക് അത് എപ്പോൾ വേണമെങ്കിലും ഫ്ലോ ആയിട്ട് എല്ലാവരോടും പറയാൻ പറ്റും. ദെൻ പ്രാക്ടീസ് അലൗഡ് ടു മെയിൻറ്റെയിൻ നാച്ചുറൽ ഫ്ലോ.
അത് തന്നെ, അതായത് ആ നാച്ചുറൽ ഫ്ലോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൽഫ് ഇൻട്രോ ഒക്കെ നന്നായിട്ട് പഠിച്ചു വെക്കുക. അത് നിങ്ങളുടെ ഫ്യൂച്ചറിൽ ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഒരു ഇന്റർവ്യൂ ഹാക്ക് ചെയ്യാനൊക്കെ. സോ ഇതാണ് നിങ്ങൾ സെൽഫ് ഇൻട്രോ പറയുന്ന സമയത്ത് നോക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങളൊരു ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ആ ഇന്റർവ്യൂ ഹാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സബ്ജക്ട് നോളജ്, അത്യാവശ്യം റെലവെന്റ് ടോപ്പിക്സ് ആ ഒരു ഫീൽഡിൽ, അതുപോലെ ഡ്രസ്സിങ്, പിന്നെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ്. ഒരിക്കലും നിങ്ങൾ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ഇട്ട് ഇന്റർവ്യൂവിന് പോവാതിരിക്കുക. ഒരു നാച്ചുറൽ ആറ്റിറ്റ്യൂഡ് പ്ലസ് കോൺഫിഡന്റ്. ചിലർക്ക് ഈ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ പോകും, അത് ഒഴിവാക്കുക. അത്യാവശ്യം കോൺഫിഡൻസ്, നല്ല ആറ്റിറ്റ്യൂഡൊക്കെ ഇട്ട് നല്ല ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങൾ ഇന്റർവ്യൂവിന് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനും അത് ഹാക്ക് ചെയ്യാനും നല്ലൊരു കരിയർ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കാനും സാധിക്കും. സോ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.